ഹലോ എവരി വൺ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡാഷ്ബോർഡ് അതായത് ഒരു സെയിൽസ് ആൻഡ് ഫിനാൻസ് ഡാഷ്ബോർഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയ പേജായിരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. സോ അതിൽ നമുക്ക് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടോട്ടൽ ഓർഡേഴ്സ്, അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള KPI വിഷ്വൽസാണ്, KPI കാർഡുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അനാലിസിസ് പാർട്ടിൽ നമുക്ക് മന്ത്ലി സെയിൽസ് ട്രെൻഡ്സ് അറിയണം, അതുപോലെ തന്നെ മന്ത്ലി പെർഫോമൻസ് അറിയണം, അതുപോലെ തന്നെ ടോപ്പ് 5 കസ്റ്റമേഴ്സ് ബൈ സെയിൽസ് അറിയണം, അതുപോലെ തന്നെ കൺട്രി വൈസ് സെയിൽസ്, പിന്നെ ടോപ്പ് 5 ഐറ്റംസ് ബൈ സെയിൽ, അതായത് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 5 ഐറ്റംസ്, സെയിൽസിൽ ടോപ്പായി പെർഫോം ചെയ്യുന്ന 5 ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാർട്ടിനകത്ത് നമുക്ക് കാണണം. സോ ഇതാണ് നമ്മളെ റിക്വയർമെൻറ്റ്. ടോട്ടൽ ഓർഡേഴ്സ്, ടോട്ടൽ സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ്, മന്ത്ലി സെയിൽസ് ബൈ ട്രെൻഡ്, മന്ത്ലി പെർഫോമൻസ്, ടോപ്പ് 5 കസ്റ്റമേഴ്സ് ബൈ സെയിൽ, കൺട്രി വൈസ് സെയിൽസ്, ടോപ്പ് 5 ഐറ്റംസ് ബൈ സെയിൽസ്. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു സെയിൽസ് ഡാറ്റയാണ്. സോ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആയിരിക്കും ഇത്. എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡെമോ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഹെൽപ്പിനകത്ത് പോയിട്ട് എക്സാമ്പിൾ എന്നുള്ള ഈ ഒരു മെനുവിൻ്റെ അണ്ടറിൽ സാമ്പിൾ ഡാറ്റ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് ഡാറ്റ എന്നുള്ളൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിനാൻഷ്യൽസ് എന്നുള്ള ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും. ആ ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, എന്നിട്ടത് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെ പവർ ബിയിലേക്ക് ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഡാറ്റ പവർ ബിയിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടാബിൾ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡാറ്റ വ്യൂ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഉള്ള കോളംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ സെഗ്മെൻറ്റ്, ഏത് സെക്ടറിലാണ് നമുക്ക് ഇതിൻ്റെ സെയിൽസ് കൂടുതൽ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് കൺട്രിയിലാണ് ഈ സെയിൽസ് കൂടുതൽ നടന്നിട്ടുള്ളത്, ഏത് പ്രൊഡക്റ്റാണ്, അതുപോലെ തന്നെ ഏത് ഡിസ്കൗണ്ട് ബാൻഡാണ് യൂസ് ചെയ്യണത്, എത്ര യൂണിറ്റ്സ് ഓഫ് ഐറ്റംസ് സെൽ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രൈസ് വരുന്നുണ്ട്, സെയിൽസ് പ്രൈസ് വരുന്നുണ്ട്, ഗ്രോസ് സെയിൽസ്, ഡിസ്കൗണ്ട് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, പ്രോഫിറ്റ്, ഡേറ്റ് ഓഫ് സെയിൽ, അതുപോലെ തന്നെ മന്ത് നമ്പർ, മന്ത് നെയിം, ഇയർ, അങ്ങനെ കുറച്ച് കോളംസ് നമുക്കുണ്ട് ഇവിടെ. സോ നമ്മുടെ റിക്വയർമെൻറ്റിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി. നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്കൊരു ടോട്ടൽ സെയിൽസ് എമൗണ്ട് എടുക്കാൻ പറ്റും, ടോട്ടൽ കോസ്റ്റ് എടുക്കാൻ പറ്റും, പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണം. അതായത് പവർ കോർ യൂസ് ചെയ്ത് ചില കോളത്തിൻ്റെ പേരൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. സോ അതുപോലെ തന്നെ ചില കോളംസ് നമുക്ക് ആവശ്യമാത്ത കുറേ കോളംസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പവർ കോറി ഓപ്പൺ ചെയ്യുകയാണ്. ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ കോറി ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പഴയ ഡാറ്റ ആയതുകൊണ്ടാണത്. സോ ഇവിടെ നമുക്ക് വേണ്ട കോളംസ് നമ്മൾ നോക്കുക. എനിക്ക് സെഗ്മെൻറ്റ്, നമ്മുടെ അനാലിസിസിനകത്ത് നമുക്ക് സെഗ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബാൻഡിൻ്റെ ആവശ്യമില്ല. പിന്നെ മാനുഫാക്ചറിങ് പ്രൈസ് നമുക്ക് ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സെയിൽസ് പ്രൈസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ആവശ്യമുണ്ട്. പ്രോഫിറ്റ്, ഡേറ്റ്, മന്ത് നമ്പർ, മന്ത് നെയിം, ഇയർ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. സോ ഞാനിത് ഫസ്റ്റ് നമ്മൾ ആവശ്യമില്ലാത്ത കോളംസൊക്കെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് കോളംസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളംസൊക്കെ റിമൂവ് ആവും. കേട്ടോ, 1 സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ഓപ്പറേഷൻസും ഇവിടെ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും, ആഡ് ആവും. ഇനി നമുക്ക് നോക്കാം, കൺട്രി ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വേണം നമുക്ക്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബാൻഡിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ, സോറി. അത് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. പിന്നെ നമുക്കെല്ലാം സെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ മാനുഫാക്ചറിങ് പ്രൈസ് നമുക്ക് ആവശ്യമില്ല. സോ ഞാനത് റിമൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് സെയിൽസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് വേണ്ട എല്ലാ കോളംസും ഇപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റിനകത്ത് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി വൺസ് ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇവിടെ പോയി ക്ലോസ് ചെയ്യരുത്. പകരം നമ്മൾ ഈ ഒരു മെനു ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവും. എന്നിട്ട് കണ്ടോ, അപ്പോൾ നമ്മൾ കുറേ കോളംസൊക്കെ റിമൂവ് ആക്കിയതൊക്കെ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കോളംസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം.
സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമുക്കവിടെ മന്ത്ലി സെയിൽസ് കാണാനുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി പെർഫോമൻസ്, അങ്ങനത്തെ കുറച്ച് ഡേറ്റ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തതുകൊണ്ട് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡേറ്റ് ടേബിളിൻ്റെ കീ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഇതാക്കിയിട്ടുള്ള, അതായത് ഇവിടെ കണ്ടോ ഡേറ്റ്, അതായത് സെയിൽസ് ഡേറ്റ് എന്നുള്ള ഈ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡേറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, മോഡലിങ്ങിനകത്ത് പോയി എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പേര് കൊടുക്കുകയാണ്, ഡേറ്റ് ടേബിൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ, ഡേറ്റ് ടേബിൾ. ഓക്കെ, ഡേറ്റ് ടേബിൾ കൊടുത്തു. അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ് ടേബിളിൻ്റെ ഫസ്റ്റ് കോളം നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ അതിനകത്ത് ഏതൊക്കെ ഡേറ്റ് ആണ്, ഏത് റേഞ്ചിലുള്ള ഡേറ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാനിവിടെ കലണ്ടർ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കലണ്ടറിൻ്റെ ഹിൻഡ് കണ്ടോ അവിടെ മുകളിൽ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും കൊടുക്കണം. എന്നാലാണ് ആ ഒരു റേഞ്ചുള്ള ഡേറ്റ് എന്ത് ചെയ്യുള്ളൂ, അതിനകത്ത് സേവ് ആവുള്ളൂ. സോ നമ്മളെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മിനിമം ഡേറ്റ് ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, മീൻ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് എന്നുള്ള ഫിനാൻഷ്യൽസിനകത്തുള്ള ഡേറ്റ് എന്നുള്ള ഫിനാൻഷ്യൽസിനകത്ത് ഡേറ്റ് എന്നുള്ള ആ ഒരു ഫീൽഡ് എന്ത് ചെയ്തു, അതിലേക്ക് പാസ് ചെയ്തു. ഇനി കോമട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. അതിന് മാക്സ് ഡേറ്റ്, അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ്, ഡേറ്റ് എന്നുള്ള ഫീൽഡ് തന്നെയാണ് അതിലേക്ക് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റേഞ്ച് പറഞ്ഞു കൊടുത്തു. അതായത് മിനിമം ഇതിനകത്തുള്ള ഡേറ്റിൻ്റെ മിനിമം മുതൽ ഈ ഇതിനകത്തുള്ള ഡേറ്റിൻ്റെ മാക്സിമം വാല്യൂസ് വരെയുള്ള റേഞ്ചാണ് ഈ ഡേറ്റ് ടേബിളിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡേറ്റ് എന്നുള്ള ഒരു കോളം എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്, മന്ത്ലി സെയിൽസ് ബൈ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മന്ത് നെയിം മസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഇയറിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി ഇയർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിൽറ്ററൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു കോളം ആഡ് ചെയ്തു. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഇയർ എന്നുള്ള ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി വരുന്നത് ഇയറിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇയർ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയർ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് ഈ ഒരു ഡേറ്റ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഡേറ്റ് ടേബിളിനകത്തുള്ള ആ ഡേറ്റ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്ട്രാക്ട് ചെയ്തോളും. ആ ഡേറ്റിനകത്ത് നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തോളും. സോ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ടേബിൾ ഒന്ന് വ്യൂ ചെയ്യാം. കണ്ടോ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കൊടുത്ത റേഞ്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കോഡ് റൺ ചെയ്തപ്പം ഈ ഒരു കോളം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ കോളം നമുക്ക് ഇയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇയർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ന്യൂ കോളം ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഈ ഒരു കോളത്തിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ഉള്ളതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ടേബിൾ എന്നുള്ള അതിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഡേറ്റ് കേട്ടോ, ഡേറ്റ് ടേബിളിൻ്റെ അണ്ടറിൽ ഈ ഡേറ്റിൻ്റെ എന്നുള്ള ഇയറാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, അത് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ കോളം ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ, അതായത് അതിനകത്ത് നിന്ന് 2013 ഇവിടെ ഇയർ വന്നിട്ടുള്ളത്. നമുക്ക് 2 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു മന്ത് ക്രിയേറ്റ് ചെയ്യാം. മന്ത്, കാരണം നമുക്ക് അനാലിസിസിന് മന്ത് ആവശ്യമുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, മന്ത് എന്നുള്ള ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാക്സ് ഫംഗ്ഷൻ മന്ത് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് കോൾ ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഡേറ്റ് വാല്യൂ പാസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഡേറ്റ് ടേബിളിനകത്തുള്ള ഡേറ്റ് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, മന്ത് നമ്മൾ മന്ത് എന്ന് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ മന്തിനകത്തുള്ള നമ്പറാണ് ആക്ച്വലി എന്ത് ചെയ്യണത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മന്ത് നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, മന്ത് നെയിം വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു കോളം കൂടി ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, മന്ത് നെയിം എന്നുള്ള ആ ഒരു പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാനിത് ഫോർമാറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ വിളിച്ച് അവിടെ എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുക, പിന്നെ എന്ത് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് ഈ ഡേറ്റ് ടേബിളിനകത്തുള്ള ഡേറ്റ് പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫോർമാറ്റ് നമ്മൾ ഡബിൾ കോട്ട് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എനിക്ക് 3 ലെറ്റേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, 3 ക്യാരക്ടേഴ്സാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മന്ത് ആയതുകൊണ്ട് 3 എന്ന് കൊടുത്ത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി സെപ്റ്റംബർ, 9th മന്ത് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ആണ്. ഇനി ഫുൾ മന്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു എം കൂടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4 എം കൊടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ എന്നുള്ളത് മുഴുവനായിട്ട് അവിടെ എന്ത് ചെയ്യും, കാണിക്കും. ബെറ്റർ നമുക്ക് എപ്പോഴും ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചിട്ടുള്ള ഒരു വാല്യൂ, കാരണം നമുക്ക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഫില്ലാവണമെന്നുണ്ടെങ്കിൽ സൈസ് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഡേറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫിനാൻഷ്യൽസ് എന്നുള്ള ഡാറ്റ സെറ്റിൻ്റെ ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, മോഡലിങ്ങിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിൽ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു ഡേറ്റ് ടേബിളിനകത്തുള്ള ഈ ഒരു ഡേറ്റ് ഞാൻ ജനറേറ്റ് ചെയ്തിട്ട് എന്തായിരുന്നു,
നമ്മളെ ഈ ഡേറ്റ് വെച്ചിട്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഡേറ്റിനെ പിടിച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് അതിൻ്റെ കാർഡിനാലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ്, ഡേറ്റ് ടേബിൾ. അത് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിനാൻഷ്യൽസ് എന്നുള്ള ഈ ഡേറ്റിനകത്ത് നിന്നാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡേറ്റ് ഡ്യൂപ്ലിക്കേഷൻ വരില്ല. കാരണം നമ്മൾ ആ ഒരു കോഡ് എഴുതി നമ്മൾ കലണ്ടർ എന്നുള്ള കോഡ് വിളിച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കോഡ് ത്രൂ ആണ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതിനകത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരില്ല. പക്ഷേ ഇതിനകത്ത് ഫിനാൻഷ്യൽസ് എന്നുള്ള ഡാറ്റക്കകത്ത് സെയിം ഡേറ്റിന് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് സെയിൽസ് ഡാറ്റയാണ്, സെയിം ഡേറ്റിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഈ ഡേറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 ആണ്. ഒരു ഡേറ്റ് ഒരൊറ്റ പ്രാവശ്യം ഈ ടേബിളിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ലിങ്ക്, ഈ ഡേറ്റ് ടേബിളിനെ നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ആക്ച്വലി 1 ആണ്. ഈ ഡേറ്റ് എന്നുള്ള ഫീൽഡ് ഒരൊറ്റ പ്രാവശ്യം അതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ, മെനി ടൈംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1 to many എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 to many എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ 1 to many എന്നുള്ള ഇവിടെ 1ഉം ഇവിടെ many എന്നുള്ള ആ ഒരു സ്റ്റാറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡേറ്റ് ടേബിളിനകത്ത് ഈ ഡേറ്റ് എന്നുള്ളതിൻ്റെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 11/2013 11/2013 എന്നുള്ള വാല്യൂ ഈ ടേബിളിനകത്ത് ഒരൊറ്റ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ അതിനകത്ത് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. പക്ഷേ അതേ ഡേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ സെയിൽസ് നടന്നിട്ടുണ്ടായിരിക്കും. സോ ആ ഡേറ്റ് എന്നുള്ള ഫീൽഡിനകത്തുള്ള വാല്യൂ മെനി ടൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു 1 to 1 മെനി റിലേഷൻ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഉണ്ടോ, നമ്മൾ ഡാറ്റ സെറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് വേണ്ട ഡേറ്റ് ടേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് വേണ്ട കാൽക്കുലേഷൻസ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് വേണ്ട മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായി ഞാൻ മെഷേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇവിടെയാണ് മെഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളിവിടെ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങോട്ടും മിക്സപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ആവും. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിളിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, മൈ മെഷേഴ്സ് എന്നുള്ള ആ ഒരു പേര് കൊടുത്തു, ആ ടേബിളിന് ജസ്റ്റ് ലോഡ് ചെയ്തു. ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഫസ്റ്റ് വേണ്ട KPI വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഓർഡേഴ്സ് ആണ്, പിന്നെ ടോട്ടൽ സെയിൽസ് ആണ്, ടോട്ടൽ കോസ്റ്റ് ആണ്, ടോട്ടൽ പ്രോഫിറ്റ് ആണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് സെയിൽസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെയിൽസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സെയിൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സെയിൽസ് എന്നുള്ള കാൽക്കുലേഷൻ, എത്ര എമൗണ്ട് ഓഫ് സെയിൽസ് നടന്നിട്ടുള്ളതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ ഓർഡേഴ്സ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ ഓർഡേഴ്സ് കാണാനുള്ള ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മെഷേഴ്സ് എന്നുള്ള ആ ഒരു ഇതിനകത്ത് പോയി ടേബിളിനകത്ത് പോയി ഞാൻ പുതിയൊരു മെഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, അതിനകത്ത് പേര് കൊടുക്കുകയാണ്, ടോട്ടൽ ഓർഡേഴ്സ്. ഓക്കെ, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള പേര് കൊടുത്തു. നമുക്കറിയാം, നമുക്കിവിടെ ഓൾറെഡി സെയിൽസിൻ്റെ ഒരു ID, അതായത് ഒരു ഓർഡർ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ടേബിളിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് റോസിൻ്റെ കൗണ്ടായിരിക്കും അതിനകത്തുള്ള സെയിൽസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, കൗണ്ട് റോസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് ടാക്സിനകത്ത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഫിനാൻഷ്യൽസ് എന്നുള്ള ആ ഒരു ടേബിളിൻ്റെ വാല്യൂ അതിന് ഹിൻഡ് കണ്ടില്ലേ, കൗണ്ട് റോസ്, അതിനകത്തേക്ക് പാസ് ചെയ്യുന്നത് ടേബിൾ നെയിമാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ആ ടേബിൾ നെയിം പാസ് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു മെഷർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് എന്നുള്ള കാൽക്കുലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് ഒരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്തു, മെഷർ പേര് കൊടുത്തു, ടോട്ടൽ സെയിൽസ്. ടോട്ടൽ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സമ്മ് എന്നുള്ള ഫംഗ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, സമ്മ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ സെയിൽസ് എമൗണ്ട് ആണോ, സെയിൽസ്. ഞാൻ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽസ് എന്നുള്ള ടേബിളിനകത്തുള്ള സെയിൽസ് എന്നുള്ള ആ ഒരു വാല്യൂ, ഫീൽഡ് വാല്യൂ എന്ത് ചെയ്തു, പാസ് ചെയ്ത് കൊടുത്തു. വേണ്ടോ, ഇവിടെ ക്രിയേറ്റ് ആയി ടോട്ടൽ സെയിൽസ് ഉണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു മെഷർ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്നുള്ള ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മൾ ടോട്ടൽ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സമ്മ് എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽസ് എന്നുള്ള അതിലേക്ക് നമ്മളിത് കോസ്റ്റ് എന്നുള്ളത് എപ്പോഴും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ഇതിനകത്താണ് ഇതിൻ്റെ കോസ്റ്റ് സേവ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ
ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള മെഷറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായി എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ചിലതിനകത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ള ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്യണം, ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, അത് നമുക്ക് സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽസ് എന്നുള്ള ആ ടേബിളിനകത്തുള്ള പ്രോഫിറ്റ് എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്തു, പ്രോഫിറ്റ് എന്നുള്ള ഫീൽഡ് വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 4 മെഷേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാൽക്കുലേഷൻസ് നമ്മൾ ക്രിയേറ്റ് ആയി. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വാല്യൂ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ഒരു KPI കാർഡ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് നമുക്ക് വേണ്ട KPI കാർഡ് എന്നുള്ള വിഷ്വൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അലോക്കേറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുക. വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് ഈ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെഷേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ട വാല്യൂ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ ടോട്ടൽ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂവിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഓർഡേഴ്സ് നമുക്ക് അസൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇനി അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഓർഡേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂവിനകത്ത് വരും. സോ നിങ്ങൾക്ക് ആ 3 മെത്തേഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യണത് ഈ ഒരു മെത്തേഡാണ്. ടോട്ടൽ ഓർഡേഴ്സ് ക്ലിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഈ ടോട്ടൽ എമൗണ്ടും വന്നിട്ടുണ്ട്. ഓൾറെഡി തൊട്ട് താഴെ ഇതിൻ്റെ ലാബിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ടൈറ്റിൽ ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോർമാറ്റിനകത്ത് പോയിട്ട് നമുക്ക് ഈ കാറ്റഗറി ലാബിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 700 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ കളർ ചേഞ്ച് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ആക്ച്വലി. സോ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ് ആയി കൊടുക്കാം കേട്ടോ. ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂവിൻ്റെ കോൾ ഔട്ട് വാല്യൂ എന്നുള്ള ആ ഓപ്ഷനകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂടി. വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, കുറച്ചുകൂടെ ബ്യൂട്ടി ഉള്ളത് അതിന് ബോൾഡ് ഇല്ലാതെയാണ്. ഓക്കെ, വൺസ് നമ്മളിത് ഇതിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഓർഡേഴ്സാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ടോട്ടൽ ഓർഡേഴ്സ് അല്ല, പകരം ടോട്ടൽ സെയിൽസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് അൺചെക്ക് ചെയ്തു, പകരം ടോട്ടൽ സെയിൽസ് കൊടുത്തു. ഓക്കെ, ടോട്ടൽ സെയിൽസ് എനിക്ക് തോന്നുന്നു കുറച്ച് സൈസ് കുറക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഔട്ട് വാല്യൂക്കകത്ത് നമുക്കൊരു 35 കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു 35 കൊടുത്താൽ മതി, ഇതിന് കുറച്ച് നല്ലത്. ബോൾഡ് അസൈൻ ചെയ്ത് കൊടുക്കാം, ബോൾഡ് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 118.73 സെയിൽസ്, ടോട്ടൽ സെയിൽസ് എമൗണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ സെയിം സംഭവം ഒന്നുകൂടി കോപ്പി ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് എന്നുള്ള ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് കൊടുക്കാം. കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 101 വാല്യൂ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം സംഭവം നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഡിഫോൾട്ട് വാല്യൂ റിമൂവ് ചെയ്തിട്ട് നമുക്കതിന് പകരം എന്ത് ചെയ്യാം, ടോട്ടൽ പ്രോഫിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട KPIs എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി മെഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായി ഈ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് KPIs നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസിയായി അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ആണോ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു മാനേജ്മെൻറ്റിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. എത്ര ഓർഡർ വന്നിട്ടുണ്ട്, എത്ര സെയിൽസ് നടന്നിട്ടുണ്ട്, എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മന്ത്ലി സെയിൽസ് ട്രെൻഡ്സ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും മന്ത്ലി സെയിൽസ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഗ്രാഫ് അസൈൻ ചെയ്തു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു അലൈൻമെൻറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സാക്സിസ് എപ്പോഴും എന്തായിരിക്കും, കാരണം നമ്മൾ മന്ത്ലി സെയിൽസ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സാക്സിനകത്ത് എപ്പോഴും മന്ത് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ഈ എക്സാക്സ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഡേറ്റ് ടേബിളിനകത്ത് വന്നു കഴിഞ്ഞാൽ മന്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇനി അതുപോലെ തന്നെ വൈ ആക്സിസിനകത്ത് നമുക്ക് മന്ത്ലി സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സെയിൽസ് എന്നുള്ള മെഷർ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ പോയിട്ട് ആ ഒരു സെയിൽസ് എന്നുള്ള വാല്യൂ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. മന്ത് അല്ല, മന്ത് നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. മന്ത് നെയിം കണ്ടോ, മന്ത് നെയിം കൊടുത്തപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഗ്രാഫ് വിത്തിൻ സെക്കൻഡ്സാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ടൈറ്റിൽ കൊടുത്തതുകൊണ്ട് ഈ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോർമാറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈറ്റിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാഫ് ഒന്നുകൂടി മുകളിലേക്ക് എന്ത് ചെയ്യും, നല്ല സൈസ് വരും. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ എക്സൈസിനകത്ത് ടോട്ടൽ സെയിൽസ് ആണ്, എക്സൈസിനകത്ത് മന്ത് നെയിമാണ്, ഇതിനകത്ത് ടോട്ടൽ സെയിൽസ് ആണ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓരോ ബാറിലും അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫോർമാറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ ലേബൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണിക്കും. വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് കുറക്കണമെങ്കിൽ സൈസ് കുറച്ച് കൊടുക്കാം. അപ്പം വേണോ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു താഴത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 21.7 മില്യൺ അതാണ് ഈ ഒക്ടോബറിൽ നടന്നിട്ടുള്ളത്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്തിൻ്റെ ഓർഡർ റോങ് ആണ്. ഇവിടെ ഇപ്പോൾ സെയിൽസിൻ്റെ ഓർഡറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് ഹയസ്റ്റ് സെയിൽസ്. പക്ഷേ അവിടെ മന്ത് വന്നിട്ടുള്ളത് ഒക്ടോബറാണ്. പക്ഷേ നമുക്ക് വരേണ്ടത് ശരിക്കും ആക്ച്വലി ജനുവരി ഫെബ്രുവരി എന്നുള്ള ഓർഡറിലാണ് വരേണ്ടത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ത് നെയിം അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൽഫബറ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യണത്. അല്ല, ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സെയിൽസിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ്, ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് മന്തിൻ്റെ രീതിയിൽ സോർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഡേറ്റ് ടേബിളിനകത്ത് മന്ത് നെയിം എന്നുള്ള ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങോട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, മന്ത് നെയിമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഹെഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മന്ത് നെയിം എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, മന്തിൻ്റെ ഓർഡറിൽ, കാരണം ഈ മന്തിനകത്ത് നമ്മൾ മന്തിൻ്റെ നമ്പറാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മന്ത് നെയിമിനെ നമുക്ക് മന്ത് നമ്പർ വെച്ചിട്ട്, കാരണം നമ്പർ ആയാലാണ് അത് സോർട്ട് ആവുള്ളൂ. ആക്ച്വലി 1 2 3 എന്നുള്ള രീതിയിൽ സോർട്ട് ആവുള്ളൂ. മന്ത് നെയിമിൽ വെച്ച് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൽഫബറ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യുക, സോർട്ട് ആവുക. കാരണം ജനുവരി ഫെബ്രുവരി എന്നുള്ള ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുള്ളത്. സോ അപ്പോൾ അതിനകത്തുള്ള ആൽഫബറ്റ് ഓർഡറിലാണ് അത് സോർട്ട് ആവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മന്ത് എന്നുള്ള നമ്പർ ഉള്ളതുകൊണ്ട് 1 2 3 4 എന്നുള്ള 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി നമ്മളിവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഓർഡർ ഉണ്ടോ. അപ്പോൾ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഡിസംബർ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളറ് ഞാൻ എന്ത് ചെയ്യാണ്, കളറൊന്ന് മാറ്റുകയാണ്. ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യണത്, ഞാൻ ഈ കളറാണ് അവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കളർ ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, പവർ ബിയിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോളംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കോളംസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാറ്റഗറീസ് എന്നുള്ള പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ബാറുകളും അതിനകത്താണ് എന്ത് ചെയ്യണത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെപ്പറേറ്റ് കളേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ജനുവരി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി കാണിക്കും. അതിന് ഒരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഫെബ്രുവരിക്ക് വേറെ കളർ കൊടുക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, ഓൾ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കളറാണിത്. സോ ഞാനത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ലേഔട്ടിനകത്ത് നമുക്ക് സ്പേസ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് ഡിഫാൾട്ട് സ്പേസിംഗ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ 30 ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഗ്രാഫിൻ്റെ ഗ്യാപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യും, സ്പേസ് കൂടും. അപ്പോൾ നമ്മൾ 20 യൂസ് ചെയ്താൽ മതി, ഇത് സ്റ്റാൻഡേർഡ് സൈസാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത്ലി പെർഫോമൻസ് ആണ്. മന്ത്ലി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി ടോട്ടൽ സെയിൽസ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് ഇവിടെ കൂടെ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചു. എന്ത് ചെയ്തു, ഇങ്ങോട്ട് ജസ്റ്റ് വിഡ്ത്തൊക്കെ നമ്മളൊന്ന് കൂട്ടി വെച്ചു. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്തു, വാല്യൂ അസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രോപ്പർട്ടീസ് എനേബിൾ ആവാത്തത്. സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് വേണ്ട വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. സോ എക്സ് ആക്സിനകത്ത് എപ്പോഴും നമ്മൾ മന്ത് നെയിമാണ് കൊടുക്കുന്നത്, മന്ത് നെയിം ടിക്കിട്ടു. വൈ ആക്സിസിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് ആണ്. സോറി, ഇവിടെ നമ്മൾ ടോട്ടൽ സെയിൽസാണ് കൊടുക്കുന്നത്. ടോട്ടൽ സെയിൽസ് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ടോട്ടൽ കോസ്റ്റാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈൻ വൈ ആക്സിസിനകത്ത് ഞാൻ അസൈൻ ചെയ്യണത് അതിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, പ്രോഫിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, ഇതിങ്ങനെ ഒരു ലൈനായിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ടോട്ടൽ സെയിൽസ് നമുക്ക്
ഈ ലൈറ്റ് ബ്ലൂ ആണ്, ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വന്നിട്ടുള്ള ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. സോ നമുക്കിതിന് ഓൾറെഡി ഇതിനകത്ത് ടൈറ്റിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈറ്റിൽ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ലെജൻഡ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും അതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്ക് ലെജൻഡിൻ്റെ ടൈറ്റിൽ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിൽ ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കണ്ടോ. അപ്പോൾ മന്ത്ലി പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ എന്ത് ചെയ്യാം, ഡാറ്റ ലേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ വരിക, നമ്മൾ ഇവിടെ ഡാറ്റ ലേബിൾസ് എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ലേബിൾസ് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഡാറ്റ ലേബിൾസ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം നമുക്ക് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇനി നമുക്ക് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യണം. അതായത് ഞാൻ എന്ത് ചെയ്തു, ഈ സെയിൽസിന് ഞാൻ എന്ത് ചെയ്തു, എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളതിൻ്റെ കോളത്തിനകത്ത് പോയി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസ് എന്നുള്ള ആ ഒരു വാല്യൂ സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ കളർ കൊടുത്തു. ഓക്കെ, ടോട്ടൽ കോസ്റ്റിനകത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, കോസ്റ്റ് സെലക്ട് ചെയ്തു, ആ വാല്യൂടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ആയി. പിന്നെ ഇത് നമുക്ക് ഓൾറെഡി റെഡ് കളർ അവിടെ കിടന്നോട്ടെ, അതിനെ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഡ് കളർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ അതിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രാഫ് ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ലൈൻസിനകത്ത് പോയി കഴിഞ്ഞാൽ ലൈൻ്റെ കളർ കണ്ടില്ലേ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു കളറിലേക്ക് അത് എന്ത് ചെയ്തോളും, അസൈൻ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് സ്മൂത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻ എന്ത് ചെയ്യും, സ്മൂത്ത് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് അതിന് അഗൻസ്റ്റായി വന്നിട്ടുള്ള പ്രോഫിറ്റാണ് ഈ ലൈനിൽ കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ മന്ത്ലി ഓരോ മാസം പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു ടൈറ്റിൽ കണ്ടോ, ഇവിടെ ഓൾറെഡി ഈ മന്ത് നെയിം എന്നുള്ളത് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഈ ടോട്ടൽ സെയിൽസ് എന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഓൾറെഡി ഇവിടെ ലെജൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി മന്ത് നെയിം എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ അത് ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അതിനകത്ത് നിന്നുള്ള വാല്യൂ റിമൂവ് ചെയ്യാണ്. അപ്പോൾ എക്സ് ആക്സിനകത്ത് മന്ത് നെയിം ഉണ്ട്, ഇതിനകത്ത് ടോട്ടൽ സെയിൽസ് എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്സ് ആക്സിനകത്ത് പോയി നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടൈറ്റിൽ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ വൈ ആക്സിനകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ടൈറ്റിൽ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈറ്റിൽ റിമൂവ് ചെയ്യാം. എക്സ് ആക്സിനകത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ ടൈറ്റിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസിങ് നമുക്ക് കിട്ടും, കുറച്ചും കൂടി. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ലെജൻഡ് എന്നുള്ള വാല്യൂക്കകത്ത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. അതായത് ടോപ്പിൽ ലെഫ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവത്തെ ഈ ലെജൻഡിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലെജൻഡ് എന്നുള്ള പ്രോപ്പർട്ടിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, ലെജൻഡ് എന്നുള്ള പ്രോപ്പർട്ടിക്കകത്ത് പോയി ബോട്ടം സെൻറ്ററാക്കി കൊടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്തു, താഴത്തേക്ക് വന്നു കേട്ടോ. നമുക്ക് ലെഫ്റ്റിലാക്കാം, ടോപ്പ് സെൻറ്റർ ആക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ടോപ്പ് സെൻറ്ററിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് സെൻറ്റർ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കണ്ടോ, ഇപ്പോൾ ഇവിടേക്ക് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട് അത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ടോപ്പ് 5 കസ്റ്റമേഴ്സ് ബൈ സെയിലാണ്. സോ അതിന് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഗ്രാഫാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കറക്റ്റ് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈ ആക്സിസിനകത്ത് എന്താണ്, കസ്റ്റമേഴ്സാണ്. എക്സ് ആക്സിസിനകത്താണ് എന്ത്, ടോട്ടൽ സെയിൽസ് വരുന്നത്. സോ വൈ ആക്സിസ് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽസിനകത്ത് ഓൾറെഡി കസ്റ്റമറിൻ്റെ പേര് ഓൾറെഡി കസ്റ്റമറിനകത്തില്ലേ, സോറി,
ഓക്കെ, ഇവിടെ നമുക്ക് ഞാനത് മറന്നൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് എന്തില്ല, കസ്റ്റമർ നമ്മുടെ ഡാറ്റ സെറ്റിനകത്ത് കസ്റ്റമർ എന്നുള്ള ഒരു വാല്യൂ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സെഗ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മുടെ ടേബിളിനകത്ത് സെഗ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും സെയിൽസ് ആയിരിക്കും, വൈ ആക്സിസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ സെഗ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽസിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെഗ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ എക്സ് ആക്സിസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സെഗ്മെൻറ്റിലാണ് കൂടുതൽ, അത് മീൻസ് ഏത് കസ്റ്റമർ ടൈപ്പ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് നമുക്ക് സെയിൽസ് ഉണ്ടോ, ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്, എൻ്റർപ്രൈസ്, മിഡ് മാർക്കറ്റ്, ചാനൽ എന്നുള്ള ആ ഒരു 5-6 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി അലൈക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ് ആക്സിസിനകത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ വൈ ആക്സിസിനകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈറ്റിൽ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് സൈസിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ ഓൾറെഡി നമ്മളിവിടെ കൊടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി സൈസ് എന്ത് ചെയ്യും, നമുക്ക് ടോപ്പിലേക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് 5 സെഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച അതേ ഒരു ഇതിലേക്ക് അത് വന്നിട്ടുണ്ട്. കാരണം 5 സെഗ്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു 5 ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ഡാറ്റ ലേബൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഓരോ ബാറിനകത്തുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, നമുക്ക് ഡാറ്റ ലേബൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതിനകത്ത് നമുക്ക് കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറിൻ്റെ കളർ എന്ത് ചെയ്യാം, കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ റെഡ് കളർ ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, റെഡ് കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിന് എത്ര വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോന്നിന് എത്ര, ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റിൻ്റെ അണ്ടറിൽ എത്ര ഇത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി വൈസ് സെയിൽസ് ആണ്. നമുക്ക് ഓൾറെഡി എന്തുണ്ട്, ഇവിടെ കൺട്രി ഓൾറെഡി നമ്മുടെ ടേബിളിനകത്ത് ഉണ്ട്, സെയിൽസ് ഓൾറെഡി ഇവിടെ നമുക്ക് നമ്മുടെ മെഷറിനകത്ത് ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡു നട്ട് ചാർട്ടാണ്. അത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുന്ന് വെച്ചത് അതിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ലെജൻഡും അതുപോലെ തന്നെ വാല്യൂസ് എന്നുള്ള ആ ഒരു ഫില്ല് ചെയ്യാൻ ഓപ്ഷനാണുള്ളത്. അപ്പോൾ ലെജൻഡ് എന്ന് പറഞ്ഞത് നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യുന്ന ആ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടല്ലോ, അതായിരിക്കും ലെജൻഡ്. വാല്യൂസ് എന്ന് പറഞ്ഞത് അതിന് അഗേൻസ്റ്റായി വന്നിട്ടുള്ള സെയിൽസ് ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, ആഡ് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫിനാൻഷ്യൽസിനകത്ത് പോയിട്ട് ഞാൻ കൺട്രി സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വാല്യൂസിനകത്ത് ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവിടെ നമ്മൾ ടോട്ടൽ സെയിൽസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആണോ, ഇവിടെ നമുക്ക് ഈ ലെജൻഡിനകത്ത് കൺട്രി എന്തൊക്കെ കൺട്രീസാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അഗേൻസ്റ്റ് വന്നിട്ടുള്ള ടോട്ടൽ സെയിൽസ് ആണോ. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇത് റിമൂവ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു തീം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പോയിട്ട് സ്ലൈസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ഞാൻ എന്ത് ചെയ്തിട്ട് ഹയസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ കളർ കൊടുത്തു. പിന്നെ നമ്മൾ ഇത് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ തീമിൻ്റെ ഓരോരോ കളേഴ്സ് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു തീമിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കളർ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, അല്ല മാറ്റേണ്ട ആവശ്യമില്ല, ഓൾറെഡി നല്ല കളേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പോൾ കേട്ടോ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തീമിലേക്ക് മാച്ച് ആയിട്ടുള്ള നല്ല കളേഴ്സ് ശരിക്കും അസൈൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെജൻഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്, സെയിൽസ് വാല്യൂസ്, അതുപോലെ തന്നെ സെയിൽസ് പെർസെൻറ്റേജ്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ടോപ്പ് 5 ഐറ്റംസ് ബൈ സെയിലാണ്. ഇതിന് നമുക്ക് ഈ സെയിം ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്താൽ മതി. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രാഫ് സെലക്ട് ചെയ്തു, അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് ഇവിടെ സെഗ്മെൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതിന് പകരം നമുക്ക് ടോപ്പ് പ്രോഡക്റ്റുകളാണ്, ടോപ്പ് 5 ഐറ്റംസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ മാറ്റി ഫിനാൻഷ്യൽസിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് 5 ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഗ്രാഫിനകത്ത് നമുക്ക് വീണ്ടും ഫിൽറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിൽറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം,
ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ വരുള്ളൂ. ഇതും വേണം 2 ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടിക്കറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഐറ്റംസിൻ്റെ എണ്ണം ഓൾറെഡി ഫിക്സ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബേസിക് ഫിൽറ്ററിങ്ങിനകത്ത് പോയിട്ട് നമുക്ക് ടോപ്പ് N എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര നമ്പറാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, ടോപ്പ് 5 ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്തിൻ്റെ ബേസിലാണ് ഈ ടോപ്പ് 5, അതായത് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സെയിൽസിൻ്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടോപ്പ് 5 നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസ് എന്നുള്ള ആ ഒരു ഫീൽഡ് അതിന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് സോർട്ട് ചെയ്തിട്ട് വരേണ്ടത്. അപ്ലൈ കൊടുത്തപ്പോൾ നമ്മുടെ ടോപ്പ് 5 ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തീം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ കൊടുത്തു നോക്കാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു, ബാർസിനകത്ത് പോയി ഞാൻ എന്ത് ചെയ്തു, കളർ കൊടുത്തു. ഇപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു അടിപൊളി ഗ്രാഫ് നമുക്ക് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതേ സ്റ്റെപ്പിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഡാഷ്ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമുക്കത് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫിൽറ്ററിങ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. സോ ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു സാധനമാണ്, അതായത് സ്ലൈസർ എന്നുള്ള സാധനമാണ്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ലൈസർ ആഡ് ചെയ്തു. ഇവിടെ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് എന്തിനാണ്, നമുക്ക് ഡേറ്റ് ടേബിളിനകത്തുള്ള ഇയർ വെച്ചിട്ടാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇയർ ടിക്കറ്റ് കൊടുത്തു. ഇയർ ടിക്കറ്റ് എന്ന സമയത്ത് അതിൻ്റെ ബൈ ഡിഫാൾട്ട് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബിറ്റ്വീൻ ഉള്ള ഒരു സ്ട്രക്ചറാണ് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, അവിടെ ക്ലിക്ക് ചെയ്തു, സ്ലൈസർ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അടിപൊളി, ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള അടിപൊളി ഒരു സ്ലൈസറാണ് അവിടെ എനേബിൾ ആവുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഞാൻ മന്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫീൽഡ് മാറ്റി കൊടുത്തിട്ട് പകരം നമുക്ക് എന്ത് ചെയ്യാം, മന്ത് നെയിം കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഡക്റ്റാണ് ഞാൻ കൊടുക്കുന്നത്, പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കൺട്രി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇയർ റിമൂവ് ചെയ്തു, അതിന് പകരം കൺട്രി കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് സൈസസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, 2013 സെലക്ട് ചെയ്തു. യെസ്, ഇറ്റ്സ് വർക്കിംഗ്. സൂപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനുവരി മാത്രം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ആവുന്നുണ്ട്. പ്രൊഡക്റ്റ് VTT കണ്ടോ, കൺട്രി നമുക്ക് കാനഡ യൂസ് ചെയ്തു കണ്ടോ. അപ്പോൾ ഇവിടെ കാനഡ മാത്രം വരുന്നുണ്ടോ, സംഭവം സൂപ്പറായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സോ നിങ്ങൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്ലൈസസ് ഫോർ എക്സാമ്പിൾ ഞാനിത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തു. ഇനി നമുക്കിതൊക്കെ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് റീസെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ടിനകത്ത് പോയിട്ട് നമുക്ക് ക്ലിയർ ഓൾ സ്ലൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൈസൊക്കെ ഒന്ന് അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഫോർമാറ്റിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അപ്പോൾ കണ്ടോ, നമുക്ക് വിഷ്വൽ ബോർഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അതിൻ്റെ ഒരു ക്ലിയർ ഓൾ സൈസസ് ഉണ്ട്. ഇതിനകത്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി സൈസ് കൂട്ടി കൊടുത്താൽ മതി. സ്റ്റൈലിനകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോൾട്ടായി കൊടുക്കാം. ഇതിൻ്റെ കളർ മാറ്റി നമുക്ക് കറുപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എല്ലാ ഫിൽറ്റേഴ്സും ഓൾറെഡി ഫിൽറ്റർ ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് ചെയ്തു, ജസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ലൈസസും അതിൻ്റെ ഫിൽറ്ററിങ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അതായത് ക്ലിയർ ആയിട്ടുണ്ട് അത് സ്ലൈസസ്. സോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഡാഷ്ബോർഡ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിങ്ങളിതൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡായിട്ട് എടുത്താൽ മതി. നമുക്ക് ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഡാഷ്ബോർഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. HR-നകത്ത്, അതുപോലെ തന്നെ ഫിനാൻസ്, അങ്ങനെ ഒരുപാട് ഡാഷ്ബോർഡുകൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.